പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർ ഭാവിയിൽ എന്താവണമെന്ന് ചോദിച്ചാൽ കുറച്ചൊന്ന് ആലോചിക്കുമായിരുന്നു. പക്ഷേ ഈ കാര്യത്തിൽ മാത്രം ഉറപ്പുണ്ടായിരുന്നു, ഞാൻ എന്തായാലും ഒരിക്കലും ഒരു ടീച്ചറായി മാറില്ല. പക്ഷേ ആ പ്രാർത്ഥന ദൈവം കേട്ടു കേട്ടോ. അവസാനം എന്നെ ഒരു ഫുൾ ടൈം ടീച്ചറാക്കി മാറ്റി. നാട്ടിലെ ടീച്ചിങ് ജോലിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് മാലദ്വീപിലെ ടീച്ചിങ് ജോലി. ഈ 40 മിനിറ്റ് ക്ലാസ്സിന് വേണ്ടി ലാസ്റ്റ് വീക്ക് തന്നെ ലെസൺ പ്ലാൻ തയ്യാറാക്കി. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ലെസൺ പ്ലാനിന് സൂപ്പർവൈസറിൻ്റെ പെർമിഷൻ വാങ്ങണം. തലേദിവസം വന്ന് എക്സ്പെരിമെൻറ്റിന് ആവശ്യമായ സൊല്യൂഷനൊക്കെ പ്രിപ്പയർ ചെയ്തു. പിന്നെ ഒന്ന് ട്രയലും കൂടെ ചെയ്തു നോക്കി. കാരണം പിറ്റേ ദിവസം വന്ന് എക്സ്പെരിമെൻറ്റ് വർക്കായില്ലെങ്കിൽ കുട്ടികളൊക്കെ നിരാശരാകും. അതുകൊണ്ട് ഒന്ന് ട്രയൽ നോക്കിയിട്ടുണ്ട്. പിന്നെ മാലദ്വീപിലെ എല്ലാ ക്ലാസ്സുകളും ഡിജിറ്റലാണ്. നമുക്ക് ആവശ്യമായ ടിവിയും ഇൻ്റർനെറ്റ് സൗകര്യങ്ങളും എല്ലാം എല്ലാ ക്ലാസ്സുകളിലും ലഭ്യമാണ്. എങ്കിലും നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് വീഡിയോ കാണിച്ചു കൊടുക്കുന്നതിനേക്കാൾ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ലാബ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം വല്ലപ്പോഴും ഒരിക്കലാണ് നമ്മൾ ടീച്ചേഴ്സ് നമ്മളെ ലാബിലേക്ക് കൊണ്ടുപോവുക. പക്ഷേ ഇവിടെ എൻ്റർലി ഡിഫറൻ്റാണ്. ഓരോ ലെസണും ഏകദേശം നമുക്ക് പറ്റുന്നിടത്തോളം അതിനെ ലാബ് ക്ലാസ്സുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാറുണ്ട്. നമ്മളെ നാട്ടിലെ ടീച്ചിങ് മെത്തേഡിൻ്റെ ഒരു ഡീമെറിറ്റാണ് എക്സ്പെരിമെൻറ്റ് പലപ്പോഴും കാണിച്ചു തരാറില്ല. പല പ്രാവശ്യമായും സ്കൂളിലും കോളേജുകളിലും ഇലക്ട്രോളിസിസ് പഠിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്തപ്പോഴാണ് ഇതൊന്ന് ചെയ്തത്. അങ്ങനെ ഇന്നത്തെ ലെസൺ സക്സസ്ഫുള്ളായി കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.